അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിനിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് സ്ട്രെയിനിൽ സംസാരിക്കില്ല. പക്ഷേ അവൻ്റെ ഒരു അവസ്ഥ വന്നപ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. നമുക്കൊന്നും ഇവിടെ സഹായിക്കാൻ നിവർത്തിയില്ല. വളരെ തുച്ഛമായ കാശല്ലേ കിട്ടുള്ളൂ അമ്പലത്തിൽ നിന്ന്. തുച്ഛമായ കാശേ ഉള്ളൂ. മുമ്പോട്ടിഞ്ഞ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ ഒക്കില്ല. ഒരുപാട് ചെലവുണ്ടാവോ? ചിലവുണ്ടാവും. നമസ്കാരം. എൻ്റെ പുറകെ ഇരിക്കുന്ന ഈ മനുഷ്യനെ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അമിത വില ഈടാക്കിയെന്ന് ആരോപിച്ച് ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു. മാമം ഗംഗാ ബാറിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു പഴംപൊരിക്ക് 40 രൂപ, ചായക്ക് 20 രൂപ അങ്ങനെയൊക്കെ വിറ്റൊരു കടയുടെ വാർത്ത ചെയ്ത് ഓർമ്മയുണ്ടാവും. അന്ന് ഓട്ടയിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അമിത വില ഈടാക്കി അത് നമ്മൾ ചോദ്യം ചെയ്തു. ആ ക്യാൻസർ പേഷ്യൻ്റാണ് എൻ്റെ പിറകിലിരിക്കുന്ന ഈ ബിജുചേട്ടൻ. 40 വയസ്സുണ്ട്. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് മനസ്സിലാക്കിയത് അദ്ദേഹമാണ് അന്ന് രാത്രി ആ ഓട്ടയിലുണ്ടായിരുന്നുവെന്ന്. ഏതായാലും ഒരു വർഷമായി. വളരെ പെട്ടെന്നായിരുന്നു. ഒരു മുഴ പോലെ വന്നു. അത് ആദ്യം മൈൻഡ് ചെയ്തില്ല. പിന്നെ ഉള്ള പരിശോധനയിലാണ് മനസ്സിലാക്കിയത് അത് ക്യാൻസറാണെന്ന്. ഇപ്പോൾ ആരോരുമില്ലാതെ, ചികിത്സയ്ക്ക് കാശില്ലാതെ, വാടക എടുക്കാൻ കാശില്ലാതെ ഒരു അമ്മയോടൊപ്പം ഈ ഒരു സ്ഥലത്ത്, ഇത് ഗുരുനാഥപ്പൻകാവാണ് അല്ലേ, നമ്മുടെ ആലങ്കോട്, ആറ്റിങ്ങൽ ആലങ്കോട് ഗുരുനാഥപ്പൻകാവ്, ആ സ്ഥലത്തുള്ളത് വാടക വീടാണ്. വളരെ വളരെ പരിതാപകരമാണ് അതിൻ്റെ അവസ്ഥ. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ചേട്ടാ, എങ്ങനെ അറിഞ്ഞത്? എങ്ങനെ ആദ്യം മുഴയായിട്ട് വന്നല്ലേ? ആഹാരം കഴിക്കാനൊന്നും പറ്റാതെ വന്നു. അങ്ങനെ സുഷി ഡോക്ടറെടുത്ത് ചെന്നു. ആ സുഷി ഡോക്ടർ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞ ക്യാൻസറാണ്, RCCയിലോട്ട് പോകും, എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. അവിടെ ചെന്ന് കുറേ നാൾ അവിടെ കയറി ഇറങ്ങി. അപ്പോൾ ഇനി പൈസയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ചികിത്സാക്കാർ ശരിയാക്കിയതിന് ശേഷം ആണ് അതിലൊക്കെ ഓരോന്ന് ചെയ്ത് 2 കീമോ കഴിഞ്ഞ് റേഡിയേഷൻ 30 ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് അമ്മയോട് ചോദിക്കാം. അമ്മ അല്ല, അമ്മ പിന്നെ ഈ വീട് വാടകയ്ക്കാണല്ലേ? അമ്മ അമ്പലത്തിൽ ജോലിക്ക് പോവാണല്ലേ? അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മകൻ്റെ കാര്യങ്ങളും ഈ വാടകയും ബാക്കി ചിലവൊക്കെ നോക്കുന്നത്. വളരെ തുച്ഛമായ കാശല്ലേ കിട്ടുള്ളൂ അമ്പലത്തിൽ നിന്ന്. തുച്ഛമായ കാശേ ഉള്ളൂ. ഇപ്പൊ ചികിത്സ, മകന്റെ ചികിത്സയുടെ കാര്യം എന്താണ്? മുന്നോട്ട് എങ്ങനെയാണ്? മുമ്പോട്ടിഞ്ഞ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ ഒക്കില്ല. ഒരുപാട് ചിലവുണ്ടാവോ? ചിലവുണ്ടാവും. അന്ന് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഒരു ഓട്ടോയിൽ പോയിട്ട് വരെയായിരുന്നു. എൻ്റെ വന്നിപ്പോൾ സംസാരം ചെയ്ത് ആകെ എല്ലാം കഴിഞ്ഞിട്ട് കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതാ ചായക്കടക്കാരൻ പിടിച്ചു വാങ്ങിച്ചു എന്നൊക്കെ എൻ്റെ പറഞ്ഞായിരുന്നു. കുടിക്കാൻ പറ്റില്ല. അവൻ വണ്ടി ചവിട്ടിയിട്ട് അവന് കുടിക്കാൻ പറ്റില്ല. ട്യൂബിൽ കൂടെ നമുക്കൊരു ചായ മേടിക്കാൻ നമ്മൾ ആശുപത്രിയിൽ നിന്ന് വരുന്ന 50 രൂപയും കൊണ്ടുവന്നിട്ട് ഇവിടെ 45 കടി 15 എന്ന് എന്താണ് പറയുന്നത്? അന്ന് ഒരു മുമ്പൊരിക്കൽ ഒരു ഓട്ടോറിക്ഷയിൽ പോയിട്ട് പറഞ്ഞ വഴിക്ക് ഒരു ചായക്കടയിൽ ചായ കുടിക്കുക ഇറങ്ങിയായിരുന്നു. അത് അമ്മയ്ക്ക് അറിഞ്ഞൂടാ. ഒരു വാർത്ത ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്രയും കഷ്ടപ്പെട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും വരുന്നതൊക്കെ, ഓട്ടോ കൂലിയും കാര്യങ്ങളൊക്കെ. ഇത് കാര്യം അതൊക്കെ ശരി തന്നെ. ഇനി അങ്ങനെയൊക്കെ പോക്കൂ. പിന്നെ നോക്കണ്ടേ എല്ലാവരിന്ന്. പിന്നെ ആദ്യം കുറച്ച് ഒരു ചെറുക്കൻ വന്ന് നോക്കുമായിരുന്നു. അവനെ അറിയുന്ന ഒരു പയ്യനായിരുന്നു. ആശുപത്രിയിലൊക്കെ അവനാണ് നിന്നത്, പയ്യനെ. ഇപ്പോൾ കുറേ ദിവസമായി വരാതിരിക്കുന്നു. അവൻ പറഞ്ഞു വരണ്ടെന്ന്. പിന്നെ നമ്മൾ പിന്നെ നോക്കുന്നത്, പിന്നെ അപ്പുറത്തെ ഷീജയും നോക്കും, എൻ്റെ അനിയൻ്റെ ഭാര്യയെ അത് നോക്കും. ഇപ്പൊ ഈ വീട് ചിറ്റിൽപ്പള്ളിയിലാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. തന്നെ വാർത്തവരെ കാശ് തരുള്ളൂ. ഇപ്പൊ ഇനി കിട്ടാനുണ്ട്. ഇത് ഇനി ഒന്നുകൂടെ പൂശിയിട്ട് പിന്നെ ഒന്നുകൂടെ ഫോട്ടോ എടുത്തയച്ച് അങ്ങനെയാണ് കിട്ടുന്നത്. അല്ലാതെ വേറെ ഒരു ഇതില്ല. കിട്ടുമെന്ന് പറയുന്നവര്. ഇതുവരെയുള്ള പൈസ തന്നെ സഹായം ചെയ്തല്ലോ അമ്മയ്ക്ക് തന്നെ. മകന്റെ ചികിത്സക്കാണ് കാശ് അത്യാവശ്യം. അതാ വേണം. ശരിയാവും, എല്ലാം ശരിയാവും കേട്ടോ. ഏതായാലും നമ്മളെ ഇവിടെ നാട്ടുകാരെ നാട്ടുകാരെ കൂടിയിട്ടുണ്ട്. ചേട്ടാ, ഇതിപ്പം അറിയാവുന്ന ആളല്ലേ? നമുക്കറിയാവുന്ന പയ്യനാണ്. എന്തോ അവനിങ്ങനെ ഒരു അവസ്ഥ വരും നമുക്കാരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആരൊക്കെയായാലും ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരും. പക്ഷേ അവൻ്റെ ഒരു അവസ്ഥ വന്നപ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. നമുക്കൊന്നും ഇവിടെ സഹായിക്കാൻ നിവർത്തിയില്ല, വേറെ കാര്യം. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഒരുപാട് സഹായം ചെയ്യാനൊക്കെ പല ആൾക്കാരും വരുന്നുണ്ട്.
അവൻ്റെ ഒരു അവസ്ഥ നമുക്ക് തന്നെ വളരെ വിഷമമുള്ള കേസാണ്. അടുത്ത് തന്നെ എൻ്റെ ചേട്ടനായിട്ട് പോയി. പുള്ളി ആ പുള്ളി ആരും ഇല്ല, പുള്ളിയുടെ അമ്മ മാത്രമേ ഉള്ളൂ. ഒരു അനിയനുള്ള പുള്ളിക്ക് ചെറിയ മെൻ്റലിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നതിനും പറ്റൂല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അവൻ്റെ എൻ്റെ ഇത് കാണുമ്പോൾ നമുക്കെല്ലാം വിഷമം. നമുക്ക് എടുത്ത് സഹായിക്കാൻ പറ്റില്ല. നമുക്ക് കൂലിവേലേക്കാണ് പോകുന്നത്. അതാണ് അപ്പോൾ ആ ഒരു പ്രശ്നം. എന്തായാലും ജോസ് ഇതിലൂടെ സഹായിച്ചതുകൊണ്ട് ആ വീട് ഏകദേശം ഒരു പരിപാടിയല്ലേ. എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് നന്മയുള്ള മനസ്സാണ്. കിടക്കാടം ഉണ്ടായത്. ബിജുട്ടൻ ഫോട്ടോ ക്യാമറാമാനായിരുന്നു, വീഡിയോഗ്രാഫറായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും ആറ്റിങ്ങൽ സുരഭി ഇതിലെ ആ ഒരു ലാബിൽ, വീഡിയോ ലാബിൽ അല്ലേ, സുരഭി വീഡിയോ ലാബിലെ വീഡിയോഗ്രാഫറായിരുന്നു. ഒരുപക്ഷെ ചിലപ്പം ഇദ്ദേഹത്തിന് മുഖം കാണാൻ പറ്റാത്തതുകൊണ്ട് ആൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതെച്ച് പറയാം, ഇത് അറിയാമായിരുന്നല്ലേ? അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അറിയാം. ഗ്യാസും അതിനുശേഷമുള്ള അവസ്ഥ അറിയാം. വളരെ കഷ്ടപ്പാടും ദുരിതവും. അതിന് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. അസുഖത്തിന് മുമ്പേ ഒരു സാമ്പത്തികമായിട്ട് വളരെ കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ചേച്ചിക്ക് അറിയാവുന്ന കാര്യം അറിയാം, ഞാൻ ഇവിടെ ഉള്ളല്ലേ. ബിജു ആണെങ്കിൽ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ബിജുവിനെ കൊണ്ടുവന്നിരുന്നത് വല്ലതും ഇറങ്ങിപ്പോയി വേല ചെയ്തുകൊണ്ട് വരണവരൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഒരു വിഷമം തന്നെ. ഇവിടുത്തെ മെമ്പർ ആരെങ്കിലും ഒന്ന് അമ്മ വന്നാൽ കടയ്ക്കകത്തൊന്ന് മെമ്പർ വന്നിരുന്നു, വന്ന് ഫോട്ടോ എടുത്തോണ്ട് പോയി. ഇവിടെ ഇങ്ങനത്തെ ഈ അവസ്ഥയാണെന്ന് അറിഞ്ഞില്ലായിരുന്നു, എടുത്തോണ്ട് പോയി. പിന്നെ അമ്മയ്ക്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടോ? എനിക്കുണ്ട്. ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ? ഗൂഗിൾ പേ നമ്പറൊന്നും ഇല്ല. അക്കൗണ്ട് നമ്പറേ ഉള്ളല്ലേ? ഗൂഗിൾ പേ നമ്പർ ഇല്ല. ഇല്ല. കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? ഫോൺ നമ്പർ ഉണ്ടോ? ഫോൺ ഉണ്ട്. ഉണ്ടല്ലേ? അപ്പൊ ഞാനേ അമ്മയുടെ കോണ്ടാക്ട് നമ്പറും കൂടെ ഞാൻ കൊടുക്കട്ടെ, വാർത്തയിൽ കൊടുക്കട്ടെ. ആരെങ്കിലും സഹായിക്കാൻ ഉള്ള ആൾക്കാരുണ്ടോ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏതായാലും ഈ ഒരു അവസ്ഥ കണ്ടല്ലോ. ഇതാണ് അവസ്ഥ, ബിജുവിൻ്റെ അവസ്ഥ ഇതാണ്. ഇവിടെ അത്യാവശ്യം ഈ ആറ്റിങ്ങൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലെല്ലാം അറിയപ്പെടുന്ന ഒരു വീഡിയോഗ്രാഫറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ സുരഭി ലാബിലായിരുന്നു ജോലി കൊണ്ടിരുന്നത്. പെട്ടെന്നായിരുന്നു, ഒരു വർഷം മുന്നായിരുന്നു ഈ ഒരു മുഴ പോലെ വരികയും പിന്നെ ഇങ്ങനെ ഒരു ക്യാൻസറാണെന്ന് അറിയുകയും ഈ ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്ത്. ഇപ്പോഴേ അമ്മ അമ്പലത്തിൽ പോയി ജോലി ചെയ്താണ്. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബവും അതുപോലെ തന്നെ ചികിത്സയൊക്കെ നടക്കുന്നത്. ഏതായാലും നമ്മുടെ സന്മനസ്സുള്ള പ്രേക്ഷകർ, അസുഖം എന്ന് പറയണമെന്ന് വെച്ചാലും ആർക്കൊന്നും നിർവചിക്കാൻ പറ്റില്ല. എപ്പോൾ വേണോ ആർക്ക് വേണോ എന്ന് സംഭവിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് കുടുംബങ്ങളെ കരകയറ്റിയ നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരുടെ മുമ്പിലേക്ക് ഞാൻ ഈ കഥ, ഈ സ്റ്റോറി സമർപ്പിക്കുകയാണ്. കഴിവുള്ളവരൊക്കെ സഹായിക്കുക. വിസ്മയസിനുവേണ്ടി ക്യാമറമാൻ അഭിലാഷിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.